അപ്പോൾ നോമ്പിൻ്റെ കുറേ ദിവസം മുന്നേ തന്നെ ഒരു ആഗ്രഹം പൂവട കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും പൂവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ തേങ്ങ ഇതുപോലെ ചിരവിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് ചിരവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് കുറച്ച് പഞ്ചസാര ആവശ്യത്തിനുള്ള മധുരം ചേർത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ആട്ടപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളിത് ആവി കയറ്റുകയല്ല കേട്ടോ, എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കാനായിട്ട് ഞാൻ കെറ്റിലിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാടില്ല കേട്ടോ, കുറച്ച്. പിന്നെ ദാ ഇതുപോലെ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധികം തന്നെ ചൂടായിട്ടുണ്ട് വെള്ളം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് പരുവാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഞാൻ പത്തിരി പ്രസ്സിലാണ് ഇതുപോലെ പരത്തിയെടുക്കുന്നത് കേട്ടോ. പിന്നെ പരത്തേണ്ട ആവശ്യം നമുക്കില്ല. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ആ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ ഫില്ലിങ്സ് ഇതുപോലെ 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഈസിയാണ്. പിന്നെ അതുമല്ല നമുക്ക് കാണാനായിട്ട് ഇത്തിരി ഭംഗിയുണ്ടാവും കേട്ടോ. അത് ഫ്രൈ ആയി വന്നാലും അങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും. അപ്പോഴേക്കും ഇതാ നമ്മുടെ മിന്നു എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ മിന്നുവിനെ കളിപ്പിച്ചും കൊണ്ടിരിക്കുമ്പോഴേക്കിനും ഷാന സ്കൂൾ വിട്ട് ഇതാ ക്ഷീണിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അവർ രണ്ടാളെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ വേഗം അട ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ അതുപോലെ വെളിച്ചെണ്ണ ഒരു 3 എണ്ണം എന്താ പറയുക, ഇടാൻ പാകത്തിന് വെളിച്ചെണ്ണയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ. അത്യാവശ്യം ഒരു മീഡിയം ഹൈറ്റ് ഫ്ലെയിമിൽ ഇട്ട് വെക്കണം. അതുപോലെ ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ അതുപോലെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ എന്തായാലും നോമ്പ് തുറൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ വേഗം തണ്ണിമത്തനൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും തണ്ണിമത്തനും അതേപോലെ ഫ്രൂട്ട്സ് ആയിട്ട് ആപ്പിളും മുന്തിരിയും തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ തണ്ണിമത്തൻ്റെ ജ്യൂസും അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാനിതാ മിന്നുവിനും കുറച്ച് ആപ്പിളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്യുന്ന സമയത്ത് ആളൊന്ന് എത്തി നോക്കി പോയതാണ്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് മിന്നുവിനും കൊടുത്തു. അപ്പോൾ ഷാന ഇവിടെ സൈഡായിട്ടുണ്ട്. ചെറുതായിട്ടൊരു പനിയുടെ ലക്ഷണമൊക്കെ ഷാനക്ക് കാണുന്നുണ്ട്. എന്താവോ എന്തോ നോമ്പുണ്ട്. നോമ്പ് വിടാൻ പറഞ്ഞിട്ട് വിടുന്നില്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.